അടുത്ത നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നോട്ട് ചെയ്യാനുണ്ട്. ആദ്യം വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഗ്രൗണ്ട് വേവ് ഓർ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ. Electric field from the transmitting antenna for a distance due to ground wave is equal to 120 pi HT/HR IS divided by lambda d, where HT എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, HR എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റിസീവിംഗ് ആൻറ്റിന, IS എന്ന് പറയുന്നത് ആൻറ്റിന കറൻ്റ് ആണ്, അതുപോലെ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, D is the distance between transmitting and receiving antenna. This is the equation for electric field due to ground wave or surface wave propagation. ദെൻ അടുത്ത് വരുന്നത് LOS എന്ന് പറയുന്നത് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയും. നമ്മൾ സ്പേസ് വേവ് പ്രൊപ്പഗേഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു LOS എന്ന് പറഞ്ഞ ടേം. LOS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ഡയറക്റ്റ് ട്രോപ്പോസ്ഫിയറിക് ട്രാൻസ്മിഷൻ ഈസ് പോസിബിൾ ഫ്രം ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ആൻഡ് റിസീവിംഗ് ആൻറ്റിന at which they can see each other. അതായത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയ്ക്കും റിസീവിങ് ആൻറ്റിനയ്ക്കും ഡയറക്റ്റ് കാണാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ടു ഐ കാണാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇതിന് വേറൊരു ഹെഡിങ് കൂടി നിങ്ങൾ എഴുതണം കേട്ടോ. റേഞ്ച് ഓഫ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ, LOS ഡിസ്റ്റൻസ് ഓഫ് റേഞ്ച് ഓഫ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ABCO എന്ന് പറഞ്ഞ 4 പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ട്രാൻസ്മിറ്റർ. ഈ C എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മളിത് പറയുന്നത് റിസീവർ. അപ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ഹൈറ്റ് HT ആണ്, റിസീവറിൻ്റെ ഹൈറ്റ് HR ആണ്. AC എന്ന് പറയുന്നത് ഡയറക്റ്റ് വേവ് ആണ്. ഓക്കെ, ഡയറക്റ്റ് വേവ് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ, AC എന്ന് പറയുന്ന ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. ഇനി B എന്ന് പറഞ്ഞ പോയിന്റ് ആ എർത്തിൻ്റെ സർഫസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ്, ജസ്റ്റ് കോണ്ടാക്റ്റ്, അതാണ് B എന്ന് പറയുന്നത്. അവിടെ വേറെ റിഫ്ലക്ഷനൊന്നും ഒക്കർ ചെയ്യുന്നില്ല. ദെൻ O എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസ് ഒരു കേർവ്ഡ് സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഫ്ലാറ്റ് ആയിട്ടല്ല. നമുക്കറിയാം എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് കേർവ്ഡ് സർഫസ് ആണ് വരുന്നത്, ഫ്ലാറ്റ് സർഫസ് അല്ല. അപ്പോൾ അതാണ് ഇവിടെ കേർവ്ഡ് സർഫസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇനി ഇവിടെ ഒരു പോയിൻ്റ് കൂടി കാണിക്കണം. D എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ ഫിഗറിൽ D1 + D2 ആണ്. ഈ ഫിഗറിൽ D1 + D2 ആണ് D എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫിഗറിനകത്ത് നിന്ന് നമുക്ക് LOS ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ അല്ലേ. അപ്പോൾ AC എന്ന് പറയുന്നതായിരിക്കും LOS ഡിസ്റ്റൻസ് വരുന്നത്. LOS ഡിസ്റ്റൻസ് D, അതായത് D. അപ്പോൾ ഫ്രം ദ ഫിഗർ LOS ഡിസ്റ്റൻസ് D = D1 + D2. ദെൻ ഇഫ് R is the radius of the earth, എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R = 6370 കിലോമീറ്റർ ആണ് വരുന്നത്. ദെൻ ഫ്രം ട്രയാങ്കിൾ ABO, ഫ്രം ട്രയാങ്കിൾ ABO ഇതായിരുന്നു ആ ഫിഗർ വരുന്നത്. ഇവിടെ HT വരുന്നത് ഈ പോയിൻ്റ് A, ഇവിടെ HR വരുന്നുണ്ട് ഈ പോയിൻ്റ് B, ഈ പോയിൻ്റ് C, ദെൻ ഈ പോയിൻ്റ് B. ഇത് O ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABO, ABO ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ABO ഇതിൽ കാണിച്ചു തരാം. ഈ ട്രയാങ്കിളാണ് ABO. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് D1ൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. എന്താ വരിക? D1 = എന്ത് വരും? √ ഈ ഡിസ്റ്റൻസ് AO എന്ന് പറയുന്നത് എന്താണ്? R + ഈ HT വരും, ട്രാൻസ്മിറ്ററിൻ്റെ ഹൈറ്റ്. അപ്പോൾ HT + R, HT + R²
പ്ലസ് അടുത്ത് എന്താ വരുന്നത് പ്ലസ് അല്ല സോറി മൈനസ് എന്ത് വരും ഈ ഡിസ്റ്റൻസ് ബി ഒ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ D1 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് ടി പ്ലസ് ആർ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. D1 ഇസ് ഈക്വൽ ടു എച്ച് ടി പ്ലസ് 2HTR പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അതിനകത്തുനിന്ന് ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ടി സ്ക്വയർ പ്ലസ് 2HTR എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ CBO ആണ്. ട്രയാങ്കിൾ CBO എന്ന് പറയുമ്പോൾ ഇതാണ് CBO വരുന്നത്. CBO ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് നമുക്ക് D2 കണ്ടുപിടിക്കാം. D2 is equal to എന്ത് വരും ഇക്വേഷൻ? D2 is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെങ്കിൽ CO സ്ക്വയർ മൈനസ് BO സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ CO സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ സ്ക്വയർ പ്ലസ് HR ഹൈറ്റ് ഓഫ് റിസീവിങ് ആൻറ്റിന അതിൻ്റെ സ്ക്വയർ മൈനസ് ഏത് വരും? ദിസ് BO സ്ക്വയർ ദാറ്റ് ഈസ് ആർ സ്ക്വയർ. അപ്പോൾ R പ്ലസ് HR ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ വരും. ഏതിൻ്റെ ഇക്വേഷൻ? D2യുടെ ഇക്വേഷൻ വരുന്നത്. ദെൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? HR സ്ക്വയർ പ്ലസ് 2HR ഇൻറ്റു ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ D2 is equal to square root of HR square plus 2HR into R എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D ആണ്. D is equal to D1 പ്ലസ് D2 ആണ്. അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. LOS ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D is equal to D1 പ്ലസ് D2 ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D1നും D2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇക്വേഷൻ കിട്ടും. D is equal to സ്ക്വയർ റൂട്ട് ഓഫ് HT സ്ക്വയർ പ്ലസ് 2HT ഇൻറ്റു R plus square root of HR square plus 2HT into R. Then R is very large, we can neglect HT square and HR square. കാരണം compared to the radius of the earth, we can neglect the height of antennas, transmitting and receiving antennas. Therefore, D is approximately equal to HT square ഉം HR square ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2HTR പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2HRR. അതിനകത്തുനിന്ന് രണ്ടെണ്ണത്തിനും സ്ക്വയർ റൂട്ട് ഓഫ് 2R പുറത്തെടുത്തു. 2R പുറത്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2R ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് HT പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് HR. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 6370 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6370 × 10⁻³ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് HT പ്ലസ് HR ദാറ്റ് ഈസ് ഈക്വൽ ടു 3570 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് HT പ്ലസ് HR. അത്രയും മീറ്റേഴ്സാണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം, അത്രയും മീറ്റേഴ്സാണ്. ഓക്കെ, ഇതിൽ വേറൊരു ഇക്വേഷനും കൂടി വരുന്നുണ്ട്. ഇഫ് വി കൺസിഡർ ദ എഫക്റ്റ് ഓഫ് എർത്ത്സ് കർവേച്ചർ ഓൺ ദ റേഡിയസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ കർവേച്ചർ എർത്തിൻ്റെ റേഡിയസിനെ എഫക്റ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ R എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് റേഡിയസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. R എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തത് 6370 കിലോമീറ്റർ ആണ് എടുത്തത്. പക്ഷേ നമ്മൾ അതിൻ്റെ എർത്തിൻ്റെ കർവേച്ചറിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ R എന്ന് പറയുന്നത് R ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 4/3 R ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിയുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ അതായത് ആറിന് പകരം നമ്മൾ R ഡാഷാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ മാറും. 4.12 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് HT ഇൻറ്റു HT പ്ലസ് HR അത്രയും കിലോമീറ്റർ ആണ്. 4.12 ആണ്, അതുകൊണ്ട് കിലോമീറ്റർ ആണ്. അതല്ല മീറ്ററിലാണെങ്കിൽ 4120 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് HT പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് HR അത്രയും മീറ്റേഴ്സ്. ആദ്യം പറഞ്ഞ ഇക്വേഷൻ 3570 മീറ്റേഴ്സ് ആയിരുന്നു. അത് കിലോമീറ്റർ ആക്കുകയാണെങ്കിൽ 3.570 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് HT പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് HR അത്രയും കിലോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ആ കണ്ടീഷൻ നോക്കണം. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ടോ, എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ? ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യണം. കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 4.12 കിലോമീറ്ററിലുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ HTയും HRും കിലോമീറ്ററിലായിരിക്കണം. മീറ്ററിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ HTയും HRും എന്തായിരിക്കണം? മീറ്ററിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് LOS ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഡെറിവേഷൻ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ആയിട്ടും
ഡെറിവേഷനായിട്ടും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് സ്പേസ് വേവ്. നമ്മൾ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു, അതിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഡെറിവേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. നമ്മൾ ഗ്രൗണ്ട് വേവിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്ത് ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്പേസ് വേവിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗർ. ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫിഗറായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത് എർത്തിൻ്റെ സർഫസാണ്. ഓക്കെ, എർത്തിൻ്റെ സർഫസ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ട്രാൻസ്മിറ്റർ കൺസിഡർ ചെയ്യുന്നു, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ റിസീവർ. ഓക്കെ, ട്രാൻസ്മിറ്റർ എ ടി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ട്രാൻസ്മിറ്ററാണ്, അതിൻ്റെ ഹൈറ്റ് എച്ച് ടി ആണ്. അതുപോലെ ബി ആർ എന്ന് പറയുന്നത് നമ്മൾ റിസീവറാണ്, അതിൻ്റെ ഹൈറ്റ് എച്ച് ആർ ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ 2 റേസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് റേ ആണ്, ഇതാ ഇവിടെ ടി ആർ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്റ്റ് റേ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1, സ്മോൾ ലെറ്റർ D1 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അടുത്തത് ഇൻഡയറക്റ്റ് റേ ആണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് റിഫ്ലക്റ്റഡ് റേ ആണ്. അതിവിടെ താഴോട്ട് TOR എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് റേ വരുന്നത്. അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് D2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഇവിടെ താഴെ D എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ താഴോട്ട് കാണിച്ചിരിക്കുന്നത് മിറർ ഇമേജ് ആണ്. അപ്പോൾ റിസീവിങ് ആൻറ്റിനയുടെ മിറർ ഇമേജ് ഇവിടെ താഴോട്ട് ബി, ഇവിടെ താഴെ പോയിൻ്റ് R' എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ R' എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ നമ്മൾ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതാ ഈ കാണിച്ചിരിക്കുന്നത് T' എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ HR എന്ന് പറഞ്ഞാൽ അതേ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, HT ഡിസ്റ്റൻസ് എടുക്കുന്നില്ല. ഇതാ ഇവിടെ നമ്മളിത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ പോയിൻ്റാണ് നമ്മൾ T' എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്. ഫുൾ ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടല്ല T' എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത്. അതായത് ട്രാൻസ്മിറ്ററിൻ്റെ ഫുൾ ലെങ്ത്ത്, ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ HT എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത്ത് നമ്മൾ മിറർ ഇമേജിൽ കൺസിഡർ ചെയ്യുന്നില്ല, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ HR ഡിസ്റ്റൻസ് വരെയുള്ള റീജിയൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഈ ലെങ്ത്തും ഇതാ ഈ ലെങ്ത്തും സെയിം ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ദിസ് ഈസ് HR, ഇത് HR ആണ്, അതുകൊണ്ട് ഇതും HR ആണ്. ആ പോയിൻ്റാണ് നമ്മൾ T' എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഈ ഡിസ്റ്റൻസ് നമ്മൾ HR ആണ് അല്ലേ, അതായത് റിസീവിങ് ആൻറ്റിനയുടെ ഹൈറ്റ്. ദെൻ അവിടെ നിന്ന് നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ പോയിൻറ്റിന് നമ്മൾ M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ അപ്പോൾ എന്തായിരിക്കും ഈ AM എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്തായിരിക്കും? HR ആയിരിക്കും അല്ലേ. AM എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസും സെയിം ആണ്. AM എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് HR ആണ്. ദെൻ MT എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്തായിരിക്കും? MT എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് HT ആണ്, മൈനസ് എന്തായിരിക്കും? HR ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു MT എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയാണ് ഈ ഫിഗറിനകത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ഈ മാർക്ക് ചെയ്തത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിന് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇവിടെ നമ്മൾ എർത്തിൻ്റെ കർവേച്ചർ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റ് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നെഗ്ലക്റ്റഡ് ദെൻ ദ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ടേക്സ് പ്ലേസ് ആസ് ഷോൺ ഇൻ ഫിഗർ ഇൻ വിച്ച് ദ എനർജി റിസീവ്ഡ് അറ്റ് ദ റിസീവിംഗ് പോയിൻറ്റ് ത്രൂ 2 ways. ഏതൊക്കെ റേസ് ആണ്? 1 by ഡയറക്റ്റ് വേ ആൻഡ് അനദർ 1 by ഇൻഡയറക്റ്റ് റേ. ഓക്കെ, അപ്പോൾ നമ്മളത് സ്പേസ് വേവ് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ HT എന്ന് പറയുന്ന ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഹൈറ്റ്, HR എന്ന് പറയുന്ന റിസീവിംഗ് ആൻറ്റിന ഹൈറ്റ്, D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ, D1 ഈസ് ദ ഡയറക്റ്റ് റേ പാത്ത് ആൻഡ് D2 ഈസ് ദ ഇൻഡയറക്റ്റ് റേ പാത്ത്. ഇതൊക്കെയാണ് ആ ഫിഗറിനകത്തുള്ള പോയിൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദറ്റ് E0 ഈസ് ദ ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് റിസീവറിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് E0 ആണെന്ന് അസ്യൂം ചെയ്യാണ്. ദെൻ ഫ്രം ട്രയാങ്കിൾ TMR ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ട്രയാങ്കിൾ TMR എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ HR-ഉമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടൊരു ഡോട്ടർ ലൈൻ വരച്ചിരുന്നില്ല. അപ്പോൾ ഇത് TMR, ഇതാണ്
ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ, TMR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അതിനകത്ത് നമുക്ക് D1ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. D1 എന്ന് പറയുന്നത് എന്തായിരിക്കും ഇക്വേഷൻ? D1 ഇസ് ഈക്വൽ ടു, അത് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഏത് വരും? TM² പ്ലസ് MR² വരും. TM² എന്ന് പറയുന്നത് TM² ഇത് TM² പ്ലസ് MR² വരും അല്ലേ? TM² എന്ന് പറയുന്നത് എന്താ? HT മൈനസ് HR. അത് നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. HT മൈനസ് HR ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ MR എന്ന് പറയുന്നത് എന്താ? ഇതാ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ആണ്. ദാറ്റ് ഈസ് D ആണ് അല്ലേ? ദാറ്റ് ഈസ് D². അതാണ് ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. D1 ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് D² പ്ലസ് HT മൈനസ് HR ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് ടേമിൽ നിന്നും എന്തെടുത്തു? D² ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, അപ്പോൾ D² ഔട്ട് സൈഡ് എടുത്തപ്പോൾ ബാക്കി എന്ത് വരും? ആദ്യത്തെ ടേമിൽ 1 വന്നു, രണ്ടാമത്തെ ടേമിൽ HT മൈനസ് HR ബൈ D ഹോൾ സ്ക്വയർ വന്നു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു D² again സ്ക്വയർ റൂട്ടിൻ്റെ ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് D. സ്ക്വയർ റൂട്ട് ഓഫ് D² ഈസ് D ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് HT മൈനസ് HR ബൈ D ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ നമ്മളൊരു എക്സ്പാൻഷൻ മോഡിൽ എഴുതുകയാണ്. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ? D1 ഇസ് ഈക്വൽ ടു D ഇൻറ്റു 1 പ്ലസ് HT മൈനസ് HR ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. സ്ക്വയർ റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ഹോൾ റേസ് ടു 1/2 ഫോമിൽ എഴുതി. അപ്പോൾ നമുക്കറിയാം 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 1/2ൻ്റെ എക്സ്പാൻഷൻ എന്താ വരുന്നത്? 1 പ്ലസ് 1/2 എക്സ് പ്ലസ് 1/4 എക്സ് സ്ക്വയർ പ്ലസ് 1/8 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഈ ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? HT മൈനസ് HR ബൈ D ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതേ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. D കോമൺ ആണ്, അത് അവിടെ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ബാക്കി വരുന്നത് എന്താ? ഫസ്റ്റ് ടേം 1 ആണ്. 1 പ്ലസ് അടുത്ത 1/2 എക്സ് ആണ്. 1/2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? HT മൈനസ് HR ബൈ D ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ HT മൈനസ് HR ബൈ D ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് വരുന്ന 1/4 എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് HT മൈനസ് HR ബൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1/4 ഇൻറ്റു HT മൈനസ് HR ബൈ ഹോൾ സ്ക്വയർ ദെൻ X² വേണം, ദെർഫോർ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ദെൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തു നിന്നുള്ള ഹയർ പവേഴ്സിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഹയർ പവർ വരുമ്പോൾ HT² പ്ലസ് HR² എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദെൻ ബൈ ഇഗ്നോറിങ് ഹയർ പവേഴ്സ് വി ക്യാൻ റൈറ്റ് D1 ഇസ് ഈക്വൽ ടു D ഇൻറ്റു 1 പ്ലസ് 1/2 ഫസ്റ്റ് ടേം മാത്രം എടുത്തു. 1/2 ഇൻറ്റു HT മൈനസ് HR ബൈ D ഹോൾ സ്ക്വയർ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു D പ്ലസ് D/2 ഇൻറ്റു HT മൈനസ് HR ബൈ ഹോൾ സ്ക്വയർ. ഇതാണ് D1ൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഇതാണ് D1ൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. D1 ഇസ് ഈക്വൽ ടു D പ്ലസ് HT മൈനസ് HR ഹോൾ സ്ക്വയർ ബൈ 2D എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് D2 കണ്ടുപിടിക്കണം. അപ്പോൾ D2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്? നോക്കാം. D2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാ ഈ ട്രയാങ്കിളാണ്. T'(R'). ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരെ D2ൻ്റെ ഹാഫ് തന്നെയാണ് വരുന്നത്. ദെൻ ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇങ്ങോട്ട്, അതായത് TO എന്ന് പറഞ്ഞതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഏതിലെത്തുന്ന വരെ? R' എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും? OR എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും OR' എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? D2ൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? അതായത് ഈ ട്രയാങ്കിൾ T', ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. T'(R') എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ ഇക്വേഷൻ കിട്ടും? D2ൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ D2ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? D2², അതായത് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ D2² ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? T'. എന്ന് പറയുന്നത് എന്താ? ഇവിടെ HT ഉണ്ട്, ഇവിടെ HR ആണ്. HT തന്നെ അല്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ HT പ്ലസ് HR ഹോൾ സ്ക്വയർ ദെൻ പ്ലസ് എന്ത് വരും? T'(R'). എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ, ദാറ്റ് ഈസ് D². ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മിറർ ഇമേജ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇത്
സെയിം ട്രയാങ്കിൾ, അതായത് ഒ ആർ എന്ന് പറയുന്നതും ഒ ആർ ഡാഷ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, ഐഡൻറ്റിക്കൽ ട്രയാങ്കിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് D2ൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി? HT + HR² + D² എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ദെൻ നേരത്തെ പോലെ തന്നെ ചെയ്യുന്നത് എന്ത് ചെയ്തു? T² ഔട്ട് സൈഡ് എടുത്തു. D² ഔട്ട് സൈഡ് എടുത്തു. ദെൻ സ്ക്വയർ റൂട്ടിൻ്റെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ D വരും. ദെൻ 1 + HT + HR/D² വരും. നേരത്തെ HT - HR ആയിരുന്നു, ഇവിടെ HT + HR ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നത്. ഓക്കെ, ഇവിടെ ഫൈനലി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഫൈനലി വി വിൽ ഗെറ്റ് D2 = എന്ത് വരും? D + HT + HR² / 2D എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. D + HT + HR² / 2D എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ദെൻ ഇപ്പോൾ 2 ഡിസ്റ്റൻസ് കിട്ടി, D1ഉം D2ഉം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? E0 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കും. നമ്മൾ അറേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് ആദ്യം പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കും, ദെൻ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? 2 റേസും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് D2 - D1 ആണ്. ഓക്കെ, അപ്പോൾ D2നും D1നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിവിടെ D2 - D1, D2 എന്ന് പറയുന്നത് D + HT + HR² / 2D ആണ്. അതുപോലെ D1 എന്ന് പറയുന്നത് D + HT - HR² / 2D ആണ്. ദെൻ ഡിനോമിനേറ്ററും അതിനകത്ത് ഈ ഡിയും ക്യാൻസൽ ചെയ്തു. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? HT + HR² - HT - HR² / 2D എന്ന് എഴുതാം. അത് അറിയാലോ, A + B² - A - B² ആണ് വരുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് പാത്ത് ഡിഫറൻസ് = 4HT HR / 2D കിട്ടും. ദാറ്റ് ഈസ് 2HT HR / D എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ സിമ്പിൾ എക്സ്പാൻഷനും അതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് 2HT HR / D എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്താ ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ? എന്താ? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് അല്ലേ? Therefore, phase difference alpha is equal to 2π/λ into path difference is 2HT HR / D ആണ്. Therefore, we will get alpha is equal to phase difference alpha is equal to 4πST HR / λ into D. Okay, അപ്പോൾ path difference phase difference equation കിട്ടി. Then equation number 4 എന്ന് പറയുന്നത് phase difference equation ആണ്. It is the phase difference caused due to the path difference. Besides this, there is another phase difference of 180 degree due to reflection from ground. അപ്പോൾ ആദ്യത്തെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കാരണമുള്ളതാണ്? പാത്ത് ഡിഫറൻസ് കാരണമുള്ള ഫേസ് ഡിഫറൻസ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? സെക്കൻഡ് റേ, ഇൻഡയറക്റ്റ് റേയിൽ എർത്തിൻ്റെ സർഫസിലുള്ള റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ആ റിഫ്ലക്ഷൻ ഒരു അഡീഷണൽ ആയിട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർഫോർ ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ is equal to alpha plus pi. ദാറ്റ് ഈസ് ആൽഫയുടെ ഇക്വേഷൻ എന്താ? 4πST HR / λ B പ്ലസ് പൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇഫ് E1 ആൻഡ് E2 ആർ ഫീൽഡ് സ്ട്രെങ്ത് ഡ്യൂ ടു ഇൻഡയറക്റ്റ് റേ ആൻഡ് ഇൻസിഡൻറ്റ് ഡയറക്റ്റ് റേ ആൻഡ് ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റഡ് റേ. E1 എന്ന് പറയുന്നത് ഡയറക്റ്റ് റേ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. E2 എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ദർഫോർ ടോട്ടൽ ഫീൽഡ് സ്ട്രെങ്ത് എന്തായിരിക്കും? ER is equal to E1 + E2 into e⁻ - j⁻. കാരണം E2ലാണ് ഫേസ് ഡിഫറൻസ്, അതായത് നമ്മൾ E1നെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു ഡയറക്റ്റ് റേ. ഓക്കെ, E2ൽ അപ്പോൾ എന്ത് ചെയ്യും? തീറ്റ, അതായത് ഫേസ് ഡിഫറൻസിൻ്റെ ടേമും കൂടി ഉണ്ടാവും. നമ്മൾ അറയിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. Then assume RF amplitude remains unchanged during reflection. Only phase changes, അതായത് ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് ഒന്നുമില്ല, ഫേസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് E1 is equal to E2 = E0. ഓക്കെ, അപ്പോൾ E1 E2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? E0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ എന്ത് കിട്ടും? ER is equal to E1ഉം E2ഉം കോമൺ ആണ്, E0 എന്ന് ഔട്ട് സൈഡ് എടുത്തു, ഇൻറ്റു 1 + e⁻ j⁻. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു 1 +
ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് പറയുന്നത് എന്താ കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റയാണ്. അത് നിങ്ങൾക്കറിയാം. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ വരുന്നത് 1 പ്ലസ് കോസ് തീറ്റ. ഇത് E0നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും ടേം E0 പ്ലസ് E0 കോസ് തീറ്റ എന്ത് വരും ടേം E0 പ്ലസ് E0 കോസ് തീറ്റ മൈനസ് E0 സൈൻ തീറ്റയാണ്. ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് സൈൻ തീറ്റ. റിയൽ പാർട്ട് ഏതാ വരുന്നത് E0 പ്ലസ് E0 കോസ് തീറ്റ. അതാണ് റിയൽ പാർട്ട് സ്ക്വയർ. പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ വരുന്നത് ഇവിടെ ഒരു ജെ ഉണ്ട് കേട്ടോ. ഇമാജിനറി പാർട്ട് എന്താ E0 സൈൻ തീറ്റ, E0 സൈൻ തീറ്റ സ്ക്വയർ. ഓക്കെ, ദെൻ അതിനെ എന്ത് ചെയ്തു എല്ലാത്തിലും E0 സ്ക്വയർ ഉള്ളത് കാരണം ഔട്ട് സൈഡ് എടുത്തു. E0 ഔട്ട് സൈഡ് എടുത്തു. സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ എന്ത് വരും 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ A+B ഹോൾ സ്ക്വയർ ഫോമിൽ തന്നെയാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 2, ബാക്കി വരുന്നത് 2 കോസ് തീറ്റയാണ്. ദെൻ ഫൈനലി യു വിൽ ഗെറ്റ് 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. തീറ്റ ബൈ 2 കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ കേട്ടോ. ദെൻ we will get magnitude of ER is equal to 2 E0 into 2 into 2 4, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. അങ്ങനെയാണ് ഇവിടെ 2 വന്നത്. ദെൻ E0 ഇവിടെ ഓൾറെഡി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇനി നമുക്കറിയാം തീറ്റയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പൈ പ്ലസ് ആൽഫ, വേർ ആൽഫ is equal to 4 HT HR by lambda d നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 E0 കോസ് തീറ്റ ബൈ 2 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് പൈ ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് 2 E0 കോസ് പൈ ബൈ 2 പ്ലസ് ആൽഫ ബൈ 2 കോസ് പൈ ബൈ 2 പ്ലസ് ആൽഫ ബൈ 2. കോസ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താ സൈൻ തീറ്റ. കോസ് 90 പ്ലസ് തീറ്റ സൈൻ തീറ്റ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സൈൻ ആൽഫ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 E0 സൈൻ ആൽഫ ബൈ 2 വേർ ആൽഫ ഈസ് ഈക്വൽ ടു 4 HT HR ബൈ ലാംഡ ഡി. ഇതാണ് എന്ത് വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഓർ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് സ്പേസ് വേവ്. HT ഇൻറ്റു HR എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. അതുപോലെ D എന്ന് പറഞ്ഞ ടേമും വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ പ്രൊഡക്റ്റ് ഓഫ് HT ആൻഡ് HR ആയിരിക്കും. ഓക്കെ, ദെർഫോർ അതുപോലെ അങ്ങനെ വരുന്ന സമയത്ത് ഡിനോമിനേറ്റർ കൂടുതലും ന്യൂമറേറ്റർ കുറവുമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സൈൻ ഓഫ് എന്ന് പറയുമ്പോൾ ആ വാല്യൂ എന്തായിരിക്കും സൈൻ ഓഫ് തീറ്റ വേർ തീറ്റ ഇസ് ഈക്വൽ ടു 4 HT HR ബൈ ലാംഡ അല്ലേ വരുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു അപ്രോക്സിമേഷനാണ്. ഇഫ് ദ വാല്യൂ ഓഫ് തീറ്റ ഈസ് വെരി സ്മോൾ വി ക്യാൻ അപ്രോക്സിമേറ്റ് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അപ്പോൾ എന്ത് വരും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ERൻ്റെ ഇക്വേഷൻ എന്ത് വരും 2 E0 ഇൻറ്റു സൈൻ ടേം വേണ്ട പകരം എന്ത് വരും ആ തീറ്റ മാത്രം മതി 4 HT HR ബൈ 2 ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷനും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ER ഈക്വൽ ടു E0 ഇൻറ്റു 4 HT HR ബൈ ലാംഡ ഡി. ഇനി ഇവിടെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പവറിൻ്റെ ടേമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇതാണ് ഒരു ഇക്വേഷൻ വരുന്നത്. E0ക്ക് പകരം എന്ത് ചെയ്യും പവർ വരും. ഇഫ് P ഈസ് ദ പവർ റേഡിയേറ്റഡ് ദെൻ E0 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു റൂട്ട് P ബൈ D ആണ് ഇക്വേഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ER ഈസ് ഈക്വൽ ടു E0ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 7 റൂട്ട് P ബൈ D ഇൻറ്റു 4 HT HR ബൈ ലാംഡ ഡി. 7 റൂട്ട് P എന്ന് പറയുന്നത്
7 into 4 then pi ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 87.92 കിട്ടും ഇൻറ്റു എച്ച് ടി ഇൻറ്റു എച്ച് ആർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് പി വരും. ഓക്കെ, ഡിവൈഡ് ബൈ ലാംഡ ഡി സ്ക്വയർ, ഡി ഇൻറ്റു ഡി ഡി സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുമ്പോൾ പവർ ആയിരിക്കും തരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കൈ വേവ് പ്രൊപ്പഗേഷനിലുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ആദ്യം ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിലുള്ളത് പറഞ്ഞു, ദെൻ സ്പേസ് വേവ് പ്രൊപ്പഗേഷനിലുള്ളത് LOSൻ്റെ ഇക്വേഷനും ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്നത് എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയനോസ്ഫിയർ. നമുക്കറിയാം അയനോസ്ഫിയർ അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് എല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം അയണൈസ്ഡ് മീഡിയം എന്ന് പറഞ്ഞാൽ അയനോസ്ഫിയർ എന്ന് പറയുന്നത് അയണൈസ്ഡ് മീഡിയം ആണ് അല്ലേ. അപ്പോൾ അയനൈസ്ഡ് മീഡിയം കണ്ടെയ്ൻസ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് അറിയാലോ. ഇനി ഈ അയണൈസ്ഡ് മീഡിയത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അയനോസ്ഫിയറിലൂടെ നമ്മുടെ റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വെൻ ദ റേഡിയോ വേവ്സ് പാസസ് ത്രൂ ഇറ്റ് ബോത്ത് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ വൈബ്രേറ്റ്. അതായത് രണ്ടിനും മോഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ലോ ആണ് കമ്പയർഡ് ടു മാസ് ഓഫ് ആൻ അയോൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ അയോണിൻ്റെ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്റ്റ് ചെയ്യാം. വി ക്യാൻ നെഗ്ലക്റ്റ് ദ മോഷൻ ഓഫ് അയോൺ. ദെൻ ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് റേഡിയോ വേവ്സ് ദ ഇലക്ട്രോൺസ് വൈബ്രേറ്റ് simultaneously parallel to the electric field of radio wave. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഡിയോ വേവ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻസ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അയണോസ്ഫിയറിലുള്ള ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ദേ വിൽ വൈബ്രേറ്റ് സൈമിൾട്ടേനിയസ്ലി പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ റേഡിയോ വേവ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ് എൻ AC current which is proportional to the velocity of vibration. Okay. Now consider an electron of mass m, charge E, encountering an electromagnetic wave with electric field capital E. Okay, which is an oscillatory function with frequency omega, that is omega is equal to 2 pi f. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുക, അതിൻ്റെ മാസ് എം ആണ്, ചാർജ് ഇ ആണ്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ആണ്, വിച്ച് ഈസ് ആൻ ഓസിലേറ്ററി ഫംഗ്ഷൻ വിത്ത് ഫ്രീക്വൻസി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2 pi f. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു, നമുക്ക് ഈയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി വോൾട്ട് പെർ മീറ്റർ. വേർ ഇ എം എന്ന് പറയുന്നത് എന്താണ്, ഇ എം ഇസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇ എം എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ദെൻ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഈച്ച് ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ, ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വേർ ക്യൂ ഇസ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് കാരണമുള്ള ഇലക്ട്രോൺസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ, വേർ ഇ ഈസ് ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, ഇൻറ്റു ഇ എന്ന് പറയുന്നത് എന്താ, ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ലെറ്റ് us assume that there is no collision, then the electron will have velocity v with a direction opposite to the field. നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് കൊളീഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് അസ്യൂം ചെയ്യുക. കാരണം കൊളീഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും വെലോസിറ്റിയൊക്കെ ചേഞ്ച് ഉണ്ടാവും, ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കെ ഓക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊളീഷൻ ഒന്നും ഇല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വെലോസിറ്റി വിൽ ബി a direction will be at a direction opposite to the field. And we have another equation for force F is equal to m into a, where m is the mass and a is the acceleration of the particle അല്ലെങ്കിൽ acceleration of the charge particle. And a can be written as, a എന്ന് പറയുന്നത് എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, dv by dt. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു വി ആണ്, മറ്റേത് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് ഇ ക്യാപിറ്റൽ ഇ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, ഓർ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇ ബൈ എം, ഓർ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ക്യാപിറ്റൽ ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടി ടി. ദെൻ
വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ ഇക്വേഷനും കിട്ടും? Integral of dv is equal to minus integral of e by m into dt. Okay. Then capital E equation നമുക്കറിയാം, നമ്മൾ ഫസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ is equal to em sin omega t എന്ന് പറഞ്ഞത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഡി വി is equal to മൈനസ് ഇ ബൈ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ ലെറ്റർ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. രണ്ടും കോൺസ്റ്റൻ്റ്. അപ്പോൾ അതിന് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്ന ടേം ക്യാപിറ്റൽ ഇ എം. ഇ എം എന്ന് പറയുന്നത് എന്തായിരുന്നു? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ. ദെൻ എഗെയിൻ ഇവിടെ ഇ എം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റൻ്റ് വാല്യൂ. ദെർഫോർ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ഓഫ് ദ ഇൻ്റഗ്രൽ. ദെർഫോർ വി വിൽ ഗെറ്റ് വി ഇസ് ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു ഇ എം ബൈ എം. ദെൻ സൈൻ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഈസ് കോസ് ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ. ദാറ്റ് ഈസ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ എം കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ എം ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ കിട്ടുന്നത്, വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നൗ if we consider capital N number of electrons per cubic meter, then the conduction current due to moving electrons, അതിനെ നമ്മൾ I suffix E എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ കറണ്ട്, സിംപ്ലി ഇലക്ട്രോൺ കറണ്ട്. I is equal to എന്താണ് ഇക്വേഷൻ? മൈനസ് capital N into E into V, where V is the velocity and small letter E എന്ന് പറയുന്നത് charge of electron, capital N is the number of electrons per cubic meter. Then small letter V യുടെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ഇ എം ബൈ എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഇലക്ട്രോൺ കറണ്ട് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇ സ്ക്വയർ ഇ എം ഡിവൈഡഡ് ബൈ എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇവിടുത്തെ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഐ ഇ ലാഗ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് by 90 degree. That means 90 degree ലാഗ് ചെയ്യുന്നത് എന്തായിരിക്കും? ലാഗ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് കറണ്ട് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡക്റ്റീവ് കറണ്ട്. ഇനി ഈ കറണ്ട് കൂടാണ്ട് ദർ വിൽ ബി എ കപ്പാസിറ്റീവ് കറണ്ട് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് അറ്റ്മോസ്ഫിയർ ആസ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ഡൈഇലക്ട്രിക്. അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രോപ്പർട്ടി വിച്ച് ആക്ട് ആസ് എ കപ്പാസിറ്റർ ആൻഡ് വേർ ഡൈഇലക്ട്രിക് ഈസ് എയർ ആക്ടിങ് ആസ് ഡൈഇലക്ട്രിക്. ഓക്കെ. അപ്പോൾ ആ കപ്പാസിറ്റി നേച്ചർ കാരണം ഒരു കറണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഐ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ ടി ടി. ഓക്കെ. ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ ഡി, വേർ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താ? ചാർജ് ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇ. Therefore we can write IC is equal to d by dt of epsilon 0 into E, where capital E യുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ഇ എം സൈൻ ഒമേഗ ടി. ദാറ്റ് ഈസ് ഐ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ എം സൈൻ ഒമേഗ ടി. അത് അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു ഇ എം സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്നത് എന്താ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഓക്കെ. ദാറ്റ് ഈസ് ഐ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ എം ഒമേഗ കോസ് ഒമേഗ ടി. വേറെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 8.854 ഇൻറ്റു 10⁻²12. Therefore we can write total current I is equal to IE plus IC, that is electron current capacitive current. That is equal to രണ്ട് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ആദ്യത്തെ ഇക്വേഷൻ എന്താ കിട്ടിയ? മൈനസ് എൻ ഇ സ്ക്വയർ ഇ എം ബൈ എം ഒമേഗ കോസ് ഒമേഗ ടി. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ കിട്ടിയ? എപ്സിലോൺ 0 ഇ എം ഒമേഗ കോസ് ഒമേഗ ടി. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എപ്സിലോൺ 0 ഇ എം ഒമേഗ കോസ് ഒമേഗ ടി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്ന് ഇവിടുന്ന് എപ്സിലോൺ 0 ഇ എം ഒമേഗ കോസ് ഒമേഗ ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 വരും. ദെൻ രണ്ടാമത്തെ ടേം, ഇതാണ് രണ്ടാമത്തെ ടേം എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് അത് സെക്കൻഡായിട്ട് എഴുതി, അത്രേ ഉള്ളൂ. എൻ ഇ സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ എം ഒമേഗ ഉണ്ട്. ഓക്കെ. ദെൻ നമ്മൾ പുറത്തെടുത്തപ്പോൾ ഒരു എപ്സിലോൺ 0യും എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ടേമിൽ എപ്സിലോൺ 0 ഇല്ല.
അപ്പോൾ എപ്സിലോൺ 0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഒരു ഒമേഗ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ ഒരു ഒമേഗയും കൂടി വന്നു. അപ്പോൾ ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ. അങ്ങനെയാണ് ആ ടേം കിട്ടിയിരിക്കുന്നത് 1 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ടേം കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു epsilon 0 omega em cos omega t into epsilon r, where epsilon r is equal to 1 minus n e square by epsilon 0 omega square m. അപ്പോൾ ഈ ടേമിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്തായിട്ട് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേറെ എപ്സിലോൺ ആർ ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ റിലേറ്റീവ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷന് കിട്ടി. എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ഒമേഗ സ്ക്വയർ എം എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്താ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0, വേർ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ, എഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഇക്വേഷനാണ് എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, നമ്മൾ കണ്ടുപിടിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എപ്സിലോൺ ആറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ എഴുതണം. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അയണോസ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു വാക്വം ഈസ് ഗിവൺ ആസ്, രണ്ടും തമ്മിലുള്ള റിലേഷനാണ് മ്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഓക്കെ, മ്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആർ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു 1 മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ഒമേഗ സ്ക്വയർ എം എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിരുന്നു. വേർ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു, അതിനകത്ത് ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആയിരുന്നു 1.6 ഇൻറ്റു 10⁻⁹ സി, ആൻഡ് എം എന്ന് പറയുന്നത് എന്തായിരുന്നു, മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആയിരുന്നു 9.1 ഇൻറ്റു 10⁻31. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്തായിരുന്നു 8.854 ഇൻറ്റു 10⁻12 ആയിരുന്നു. ഓക്കെ, അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരുന്നു 2πf ആയിരുന്നു. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മ്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 81n ഡിവൈഡ് ബൈ എഫ് സ്ക്വയർ. ഓക്കെ, ഇത് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് മ്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 81n ഡിവൈഡ് ബൈ എഫ് സ്ക്വയർ, വിച്ച് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയണോസ്ഫിയർ. ഇതാണ് ഡെറിവേഷൻ വരുന്നത്. വേർ എൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ.